ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്യാമ രാഘവൻ നായറിനോട് സംസാരിച്ചിട്ട് പോകുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ രോഹിത് പുറകിൽ നിന്നും ശ്യാമയെ വിളിക്കുകയാണ്. രോഹിത് ശ്യാമയോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന്. എന്നെ എല്ലാവരും കൂടെ ഉപയോഗിക്കുകയായിരുന്നു. എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. നീ എന്നോട് ക്ഷമിക്കണം. നീ എന്റെ കൂടെ വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് ശ്യാമ ദേഷ്യപ്പെടുന്നുണ്ട്. ഇനി നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? അവിടെ വന്നു കഴിയുമ്പോൾ വീണ്ടും സ്വഭാവം മാറില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് ഇവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ശാരദാമ്മയും അവിടേക്ക് വരുന്നുണ്ട്. രോഹിത് അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു. ശ്യാമ പക്ഷെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ശാരദാമ്മ വിലക്കുന്നുണ്ട്. ശാരദാമ്മ ശ്യാമയെ ഉപദേശിക്കുകയാണ്. നീ എന്താണ് അവന് ഒരു മറുപടിയും കൊടുക്കാത്തത്? അവൻ അവന്റെ തെറ്റ് മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറയുന്നു. അവന്റെ കൂടെ ചെല്ലാനൊന്നും പറയുന്നുണ്ട്. പക്ഷെ ശ്യാമ അതൊന്നും ശ്രദ്ധിക്കാതെ അകത്തേക്ക് പോവുകയാണ്. ശേഷം കാണിക്കുന്ന ഹോസ്പിറ്റലിലാണ്. നൂറാണെങ്കിൽ അച്ഛന്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അച്ഛന്റെ പെങ്ങൾ അവിടേക്ക് വരുന്നുണ്ട്. നസീറും കൂടെ ഉണ്ടായിരുന്നു. നൂറിന്റെ അച്ഛനെ ഡോക്ടർ കാണുന്നുണ്ട്. ഡോക്ടർ കണ്ടിട്ട് പറയുന്നുണ്ട്, മുറിവൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, എന്തായാലും മെഡിസിൻ ഒക്കെ കഴിച്ചാൽ മതി, അത് വീട്ടിൽ തന്നെ ചെയ്താലും മതി, ഡിസ്ചാർജ് ആക്കാമെന്നൊക്കെ പറയുന്നു. നസീറിനോട് അമ്മ പേയ്മെന്റ് ചെയ്തിട്ട് വരാനെന്ന് പറയുന്നു. ആ സമയത്ത് നൂറ് പറയുന്നുണ്ട്, പേയ്മെന്റ് ഞാൻ ചെയ്തോളാമെന്നൊക്കെ. നസീറിന്റെ അമ്മ അപ്പോൾ നൂറിനോട് വഴക്ക് പറയുകയാണ്. എന്താ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച? അവനല്ലേ ഇനിയും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്, അവൻ തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുകയാണ്. നസീറിന്റെ അമ്മ നൂറിനെ വഴക്ക് പറയുകയാണ്. അവൻ എന്താണ് ഒരു കുറവുള്ളത്? നീ എന്താണ് അവനെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തായാലും നിങ്ങളുടെ കല്യാണം ഉടനെ തന്നെ നടത്തണമെന്നൊക്കെ പറയുന്നു. നൂറപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് പഠിക്കണം, എന്റെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാണ്. പണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ വിവാഹം കഴിക്കാനൊന്നും പറ്റത്തില്ലെന്നൊക്കെ പറയുന്നു. നസീറിന്റെ അമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഇനി തൊട്ട് ഞാനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. നസീറിന്റെ അച്ഛൻ കൂടെ ഇങ്ങോട്ട് വന്നോട്ടെ, അതിനുശേഷം നിങ്ങളുടെ വിവാഹമാണെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്ന ശാലിനിയും വിഷ്ണു ശാരദാമ്മയുടെ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് വിഷ്ണു രോഹിത്തിനെ കാണുമ്പോൾ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. വിഷ്ണു ഭയങ്കര ടെൻഷനായിട്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്ത് പണിയാണ് കാണിച്ചത്? ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആക്കുന്നത്? അല്ലാതെ തന്നെ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ ചോദിക്കാണ്. ശാലിനി അപ്പോൾ വിഷ്ണുവിനെ ഉപദേശിക്കുകയാണ്. അച്ഛനോട് അങ്ങനെയൊന്നും പെരുമാറരുത്, അച്ഛന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. വിഷ്ണു അച്ഛനെ കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ശാരദാമ്മ ശാലിനിയോട് പറയുന്നുണ്ട്, രോഹിത് ആണെങ്കിൽ ഇവളെ കൂട്ടിയിട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്ന്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ട് വരാനാണോ എന്നൊക്കെ. രോഹിത് അപ്പോൾ പറയുന്നുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരായാൽ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അത് അങ്ങനെ ജീവിക്കുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി ഒന്ന് കുത്തുന്നുണ്ട്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് അറിയാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും, പക്ഷെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ എന്നെ വിളിച്ചേക്കരുതെന്നൊക്കെ പറയുന്നു. പപ്പിയും കൂടെ ചെല്ലാൻ വിളിക്കുന്നുണ്ട്. പക്ഷെ പപ്പിയാണെങ്കിൽ പോകുന്നില്ല. പപ്പി ചേച്ചിയമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, എനിക്ക് പേടിയാണെന്നൊക്കെ. ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ശാരദാമ്മ പറയുന്നുണ്ട്, കുട്ടികളല്ലേ, അവരെ മനസ്സ് വേദനിച്ചാൽ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല, കുറച്ചു ദിവസം കഴിഞ്ഞ് സമാധാനിപ്പിച്ച് കൊണ്ടുവിടാമെന്നൊക്കെ പറയാണ്. രോഹിത് ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടക്കുന്നു. പുറകെയാണെങ്കിൽ ശ്യാമയും ചെല്ലുന്നുണ്ട്. അവർ പോയതിനു ശേഷം ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, പപ്പിയുടെ കാര്യത്തിൽ എന്താണ് തീരുമാനമെന്ന്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, അവന്റെ സ്വഭാവം മാറ്റമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാമെന്നൊക്കെ പറയുന്നു. വിഷ്ണു അച്ഛനെ കൂട്ടി വീട്ടിൽ വന്നതിന് ശേഷവും അച്ഛനോട് വിഷ്ണു ദേഷ്യപ്പെടുകയാണ്. സത്യാമ്മയും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. വിഷ്ണു പറയുന്നുണ്ട്, അല്ലാതെ തന്നെ ഒരുപാട് ടെൻഷനുണ്ട്, അച്ഛൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ വരുമ്പോൾ കൊണ്ടുപോകില്ലേ, ഇനിയും ഇങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. വിഷ്ണു ഭ്രാന്ത് പിടിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. വിഷ്ണുവിന്റെ അച്ഛനോട് സത്യാമ്മ പറയുന്നുണ്ട്, എല്ലാവർക്കും അവരവന്റെ ജീവിതമുണ്ട്, പക്ഷെ എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളില്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നെ കുറിച്ചെങ്കിലും ചിന്തിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് രാഘവൻ നായർ പറയുന്നുണ്ട്, എന്റെ അവസ്ഥ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ. എന്നെ മരണത്തിലേക്ക് വിളിക്കുന്നത് പോലെയൊക്കെ തോന്നുകയാണെന്നൊക്കെ പറയുന്നു. എന്റെ മനസ്സൊന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. എല്ലാം ഞാൻ നഷ്ടപ്പെടുത്തിയതുപോലെ എനിക്ക് തോന്നുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ സങ്കടത്തോടെ സംസാരിക്കുന്നത് വിഷ്ണുവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.